അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്ന അമാൻ ഉമ്മാൻ അല്ലേ. എന്ന് പറഞ്ഞാണ് കഷ്ടം, അങ്ങനെ പറയില്ല. ഞങ്ങൾ ഒരാള് ആ വേദനയുടെ ആ ശബ്ദമാണ് എന്ത് എന്നല്ലേ. അത് എല്ലാ ഭാഷയിലും എന്നല്ലേ ഉപയോഗിക്കുക. അല്ലേ. ഓക്കെ. ചില വാക്കുകളൊക്കെ എന്താണ് എല്ലാ ഭാഷയിലും ഒന്നായിരിക്കും. ഇതിനെന്താ പറയാ, എന്തൊരു വാക്കില്ലേ, ഹഷ് ഷ് ഇപ്പൊ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ വാക്കുകള്. ആ വാക്കുകൾക്ക് എന്തോ ഒരു വാക്ക് പറയും ഇംഗ്ലീഷിൽ, ഞാൻ മറന്നുപോയി. നസം എഴുതിക്കോളൂ. നസം നസം ഏതാണ്? അമാൻ അല്ലേ. അമാൻ അമ്മാ അമ്മാ അമാ എന്നുള്ളത് മഷൂർ മലയാളി ഉറുദു ഷായർ അല്ലേ. മഷൂർ അല്ലേ. ഓർഡർ നോക്കിയാണ്, മ്യൂട്ടാക്കി. മഷൂർ മലയാളി ഉറുദു ഷായർ ആരാണ്? മഷൂർ മലയാളി ഉറുദു ഷായർ സയ്യിദ് മുഹമ്മദ് സർവർ അല്ലേ. സയ്യിദ് മുഹമ്മദ് സർവർ അല്ലേ. സർവർ ക എന്താണത്? മർസിയ ഹേ. എന്താണ്? മർസിയ ഹേ. പിന്നെ ജോ ഏത് മർസിയ എന്നറിയോ? ജോ ഉനോനെ अपनी वालिदा मरहूमा की अपनी वालिदा मरहूमा की याद में लिखी थी അല്ലേ. നോക്കൂ എന്താ ചെയ്തത്? നസം അമാന് മഷൂർ മലയാളി ഉറുദു ഷായർ സയ്യിദ് മുഹമ്മദ് സർവർ കാ മർസിയ ഹേ. മർസിയ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ അറിയില്ല നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ റെക്കോർഡ് കൂടി പോയിട്ട് എന്ത് ചെയ്യണം? കാണണം. ജോ ഉനോനെ അപ്നി വാലിദ മർഹൂമാ കി യാദ് മേ ലിഖി തീ. തന്റെ മാതാവിനെ. മർസിയ എത്ര വിധമുണ്ട്? രണ്ട് മർസിയ. ഒന്ന് ഷഫ്സി മർസിയ, മറ്റൊന്ന് കർബല. കർബലിനെ കുറിച്ച് മാത്രമുള്ള അല്ലെ. കർബലാക്ക വാക്യാക്ക സിക്ർ ഹോ. അപ്പോ ജോ ഉനോനെ അപ്നി വാലിദ മർഹൂമാ കി യാദ് മേ ലിഖി തീ, ഓർമ്മയിൽ നീ എഴുതിയിരുന്നു, അതാണ് അല്ലെ. ഓക്കെ. അടുത്തത് മാക്കി നാമൗജൂദഗി. ആർക്കറിയാം മാക്കി നാമൗജൂദഗി? മാക്കി नामौजूदगी उनकी जिंदगी में जो खला जो खला എന്ന് പറഞ്ഞാണ് ഖല വിടവ് അല്ലെ. ഖല എന്ന് പറഞ്ഞ വിടവ്, ശൂന്യത, ഒന്നുമില്ലാത്ത എന്താ പറയുന്നതാണ് ഖല എന്ന് പറയാം. ആ വിടവ്, ഗ്യാപ്പ്. ജോ ഖല छोड़ गई थी छोड़ गई थी वो छोड़ गई है वो कभी भी ഒരിക്കലും എന്താവൂല. ബർ നഹീ സക്താ. ബർ നഹീ സക്താ. ഒരിക്കലും അത് നികത്താനാവില്ല. നികത്താനാവാത്ത വിടവാണ് ഇട്ടേച്ച് പോയിരിക്കുന്നത്. നാ മൗജൂദഗി എന്ന് പറഞ്ഞാൽ മൗജൂദ് ഹോന എന്ന് പറഞ്ഞാൽ സന്നിധനാവുക, ഹാജരായിരിക്കുക എന്നർത്ഥം. നാ മൗജൂദഗി എന്ന് പറഞ്ഞാലോ അസാന്നിധ്യം അല്ലെ. ഉമ്മയുടെ അസാന്നിധ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ജോ നട്ടോ, ജോ ഇത് ഹോന്നല്ല, കുറച്ചോനെ ഹോക്കല എന്ന് പറയരുത്. ഇനിയിപ്പോ ഇങ്ങനെ വായിക്കത്. അപ്പൊ മാക്കി നാമൗജൂദഗി ഉൻകി ജിന്ദഗി മേ ജോ ഖല ചോട് ഗയി. മാതാവിന്റെ എന്താണ് അസാന്നിധ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നെ ഇട്ടേച്ച് പോയ വിടവില്ലേ, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നികത്താനാവില്ല. യഹാ ഷായർ ഇവിടെ എന്താ ചെയ്യണത്? ഈ നസ്മുൽ ഷായർ എന്താ ചെയ്യണത്? യഹാ ഷായർ മാക്കെ ചലേ ജാനെ പർ. ചലേ ജാന എന്ന് പറഞ്ഞാൽ അന്തരിക്കാൻ അർത്ഥം കേട്ടോ. അല്ലെ ഇന്തിഖാൽ എന്ന് എഴുതായി, അതായിട്ട് നല്ലത്. മാക്കെ ഇന്തി കാൽ പർ എന്താണ്?
क्या कई पर इंतकाल चले जाने पर माँ के इंतकाल माതാവ് അന്തരിച്ചപ്പോ उन पर क्या कैफियत गुजरी थी രണ്ട് उन पर उनको उनको जो सदमा पहुंच जाता सदमा എല്ലാവർക്കും അറിയാം അല്ലെ सदमा पहुंच जाता और माँ के साथ उनके प्यारो खुलूस का इजहार करते हैं ഇവിടെ എന്തൊക്കെയോ ചെറിയൊരു പറ്റി എനിക്ക് പക്ഷെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഓക്കെ എന്താണ് യഹാ ഷായർ ഇവിടെ എന്ത് ചെയ്യണം കവി മാക്കെ ഇന്ത്യക്കാൽ പറപ്പിത മാതാവിന്റെ എന്താണ് അന്തരിച്ചതിന് തുടർന്ന് അർത്ഥട്ടോ ഉൻകോ ജോ സദമ പൗഞ്ചാത്ത അവൻക്ക് ഏറ്റിരുന്ന ആഘാതം ഏറ്റിരുന്ന ആഘാതം അതുപോലെ തന്നെ മാക്കെ സാത്ത് അമ്മയോടുള്ള അദ്ദേഹത്തിന്റെ പ്യാറോ ഖുലൂസ് കാ ഇസ്ഹാർ കർത്താൻ അദ്ദേഹത്തിന്റെ സ്നേഹത്തെ എന്ത് ചെയ്യാണ് പ്രകടിപ്പിക്കാൻ ഇസ്ഹാർ ഒരു ഐഡിയ ഉണ്ട് സാത്ത് ഹി സാത്ത് എന്താണ് സാത്ത് ഹി സാത്ത് അതോടൊപ്പം തന്നെ സാത്ത് ഹി സാത്ത് മാക്കെ സാത്ത് माँ से उनके प्यारो खुलूस का इजहार भी करते हैं എന്താണ് എന്താ പറഞ്ഞത് യഹാ ഷായർ മാക്കെ ഇന്ത്യക്കാൽ പറപ്പി മാതാവിന്റെ അന്തരിച്ചതിന് ശേഷം തുടർന്ന് അദ്ദേഹത്തിന് ഏറ്റിരുന്ന ആ ആഘാതവും അതുപോലെ തന്നെ മാതാവിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തെയും എന്ത് ചെയ്യുന്നു പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഈ മർസയിൽ മൂപ്പർ എന്താ ചെയ്യുന്നത് മാക്കെ ഇന്ത്യക്കാൽ പർ ഉൻകോ ജോ സദമ പഹുഞ്ചാത്ത അദ്ദേഹത്തിന് ഏറ്റിരുന്ന ആഘാതം അതുപോലെ തന്നെ ഉമ്മയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം എന്ത് ചെയ്യണം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇസ്ഹാർ ബി കർത്തെ ഹേ ഓക്കെ മനസ്സിലായില്ലേ ഇതെന്താണെന്ന് ഇനി അടുത്തേക്ക് പോലെ അപ്പൊ ഇതൊരു പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നോക്കാം ഇനി നമുക്ക് മർസിയേക്ക് വരാം ഷുറൂമേ പെട്ടെന്ന് ഇതണ്ടല്ലേ ഷുറൂമേ ആരംഭത്തിൽ ഷായർ എന്ത് ചെയ്യുന്നു ദർദുബരി ആവാസ്മേ ഇത് ദർദുബരി ആവാസ്മേ എന്ന് ആർക്കെങ്കിലും അറിയോ ഷായർ ദർദുബരി ആവാസ്മേ അപ്പനി വാലിദ अपनी वालिदा से शिकायत करते हैं എന്താ ചെയ്യുന്നത് ആരംഭത്തിൽ ഷായർ ദർദ് പറഞ്ഞ വേദന എല്ലാവർക്കും ദർദുബരി ആവാസ്മേ എന്ന് പറഞ്ഞാൽ വേദനാജനകമായ വേദന നിറഞ്ഞ സ്വരത്തിൽ എന്ത് ചെയ്യാണ് തന്റെ മാതാവിനോട് എന്ത് ചെയ്യാണ് പരാതി ബോധിപ്പിക്കുകയാണ് എന്താണെന്നല്ലേ ആ പരാതി നോക്കാം आप मुझे अकेला छोड़कर क्यों रुखसत हो गई क्यों रुखसत എന്ന് പറയുന്നതാണ് പുറപ്പെടുക എന്നാണ് അർത്ഥം അല്ലേ
റുഖ്സത്ത് ഓ ഗയി എന്ന് പറഞ്ഞാലോ അന്തരിക്കാൻ നടത്തണം. എന്തുകൊണ്ട് എന്നെ ഇട്ടേച്ച് പോയി, എന്തുകൊണ്ട് എന്നെ ഇട്ടേച്ച് മുജെ അക്കേല ഏകാന്തരായ ഒറ്റക്ക് ഇട്ടേച്ചിട്ട് എന്തിന് പോയി, എന്തിന് പോയി. ഹാലാങ്കെ 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 എന്ന് പറഞ്ഞാൽ ആയിട്ട് കൂടി എന്നാണ് അർത്ഥം കേട്ടോ. നോട്ട് ചെയ്ത് തസ്നിയെ. ഹാലാങ്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആയിട്ട് കൂടി. ഹാലാങ്കെ മേ ആപ്ക നൂറെ നസർ और ലഖ്തെ ജിഗർ താ. ഹാലാങ്കെ മേ ആപ്ക നിങ്ങളുടെ ആരായിരുന്നു, ആരായിരുന്നു, നൂറെ നസർ. നൂറെ നസർ എന്ന് പറയുന്നത് നൂറെ നസർ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായിരുന്നു നീ. പിന്നെ ലഖ്തെ ജിഗർ അല്ലേ, ലഖ്തെ ജിഗർ ഇത് രൺബീർ കപൂർ പറയണ്ട്. രൺബീർ കപൂർ ഒരു സിനിമയിൽ പറയണ്ട് ഈ മേരെ നൂറെ നസർ മേരെ ലഖ്തെ ജിഗർ ഇങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, അത് ആണുങ്ങളെക്കാരട്ടോ എന്നൊരു പറഞ്ഞിട്ട് വരികക്കാരാണ്. ഓന് പട്ടാനായിട്ട് വരും. പോട്ടെ. അപ്പൊ എന്താ പറയാ, മേ ആപ്ക നൂറെ നസർ ഓർ ലഖ്തെ ലഖ്തെ അതോ ലഖ്തെ കപൂർ ചെയ്യാ റെക്കോർഡായില്ലേ. ലഖ്തെ ജിഗർ താ. ഞാൻ നിങ്ങളുടെ ആരായിരുന്നു, ആയിട്ട് പോലും, നിങ്ങളുടെ കരളിന്റെ കഷ്ണമായിട്ട് പോലും. ഫിർബി 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 എന്നിട്ടും. മേരെ സാത്ത്, മേരെ സാത്ത് എന്ന് പറഞ്ഞാൽ എന്നോട്. ഐസ ക്യോ കിയ, ഐസ ക്യോ കിയ എന്തുകൊണ്ട് ചെയ്തു, എന്നോട് ഇങ്ങനെ. ഐസ കേട്ടോ, ഐസ ഐസ ക്യോ കിയ എന്ന് പറയുന്നതാണ് എന്നോട് എന്തിനു ചെയ്തു, എന്നോട് ഇത് എന്നോട് എന്തിനു ചെയ്തു. ജബ്ബി ജബ്ബി ഷായിർ കി തൊബിയത്ത്. നിന്റെ പിന്നാലെ പറഞ്ഞിട്ടില്ലേ, സമയം കളയണ്ട. തൊബിയത്ത് തൊബിയത്ത് ട്ടോ, ഈ തൊബിയത്ത് തൊബിയത്ത് ഷായിർ കി തൊബിയത്ത്. ഇങ്ങനെ എഴുതുമ്പോൾ ഓരോ വാക്കുകളും എങ്ങനെയാണ് എഴുതാനൊക്കെ നോക്കിക്കൊള്ളുണ്ടോ. ഷായിർ കി തൊബിയത്ത്, തൊബിയത്ത് നാസാസ് ഹോത്തി തി, നാസാസ് ഹോത്തി തി. तो 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 माँ उनका खूब ख्याल करती थी. माँ उनका खूब ख्याल करती थी, उनका खूब ख्याल करती थी. ओके, यही नहीं, യഹി നഹി തന്നെയുമല്ല, യഹി നഹി എന്ന് പറയുന്നത് തന്നെയുമല്ല. രാത് ഭർ ജാഗേ രഹത്തി തി. ഓർ അങ്ങനെ രാത് ഭർ, രാത് ഭർ എന്ന് പറഞ്ഞാൽ ദിവസം രാത്രി മുഴുവനും. രാത്രി ഭർ ജാഗേ രഹത്തി തി, ഉണർന്നേ ഇരിക്കുമായിരുന്നു. ജാഗേ രഹത്തി തി, रहती थी. और उसकी तैमारी करने में और ഉൻകി ഉൻകി എന്ന ഷായറിനെ തൈമാർ ദാരി. ഒന്നല്ലേ ഞാൻ പറഞ്ഞില്ല ഒരു വാക്ക്, ഇതാണ് തൈമാർ ദാരി. തൈമാർ ദാരി എന്ന് പറഞ്ഞാല് ശുശ്രൂഷിക്കുക. തൈമാർ ദാരി ഞാൻ ഇവിടെ സൈഡിൽ എഴുതിട്ടോ, നേരെ നോട്ട് ചെയ്തോളൂ. തൈമാർ ദാരി കർണ, തൈമാർ ദാരി കർണ പറഞ്ഞാല് ശുശ്രൂഷിക്കട്ടോ, ശുശ്രൂഷിക്കുക. അതായത് നമ്മൾ രോഗിയാകാൻ ശുശ്രൂഷിക്കൂലേ, അതിനോട് തൈമാരി ദാരി കർണേമേ കർണേമേ करने में कोई कसर नहीं छोड़ती. कोई कसर नहीं छोड़ती എന്ന് പറഞ്ഞാൽ എന്താ ദോസ്തിനെ ശബാന? कसर नहीं എന്നാ കോയി കസർ നെയ് ചോടുത്തി എന്ന് പറഞ്ഞാല് ഒരു കുറവും വരുത്തുമായിരുന്നില്ല. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിൽ ഒരു കുറവും വരുത്തുമായിരുന്നില്ല. പിന്നെ ഗറസ് ഹേക്കെ, ഗറസ് യഹ്കെ ചുരുക്കി പറഞ്ഞാൽ ഷായർ അബ് യാദ് കർത്തേ ഹേ, शायर को शायर को കോട്ടത് യാദ്
आता है कि उनकी माँ उनकी माँ उनके लिए हर किस्म की तकलीफें बर्दाश्त करती थी. എന്താണ് എന്താ പറഞ്ഞത്? തക്ലീഫേം ബർദാഷ്ത് കർണ എന്ന് പറഞ്ഞാല് എന്താണ്? തസ്നിയ തക്ലീഫ് ബർദാഷ്ത് കർണ പറഞ്ഞാല് പ്രയാസം സഹിക്കുക അല്ലെ. ഹർ കിസ്ം കി തക്ലീഫേം ബർദാഷ്ത് കർത്തി എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ മാതാവ് സഹിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് മാ ജബ് ഓത്തീത്തോ മാ ജബ് होती तो वो सदा खुशो आबाद रहते थे. वो सदा खुशो आबाद रहते थे. आबाद रहते थे. പിന്നെ और दुनिया उनके लिए ജന്നത്ത് നസീർ. എന്താ ജന്നത്ത് നസീർ പറഞ്ഞാൽ ആർക്കറിയാം? ജന്നത്ത് നസീർ ഇത് പറയുന്ന കുട്ടിക്കൊരു സമ്മാനം തരുന്നുണ്ട്. ജന്നത്ത് നസീർ ലോകം അദ്ദേഹത്തിന് എന്തായിരുന്നു? സ്വർഗീയ തുല്യമായിട്ട് തോന്നിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സദാ എപ്പോഴും എന്തായിരുന്നു? വളരെ സന്തോഷത്തോടു കൂടെ എന്ത് ചെയ്യുമായിരുന്നു? ജീവിക്കുമായിരുന്നു. മാജബ് ഹോത്തീത്തോ ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് സദാ അദ്ദേഹം എപ്പോഴും എന്തായിരുന്നു? സന്തുഷ്ടനായിരുന്നു. അതുപോലെ തന്നെ ലോകം അദ്ദേഹത്തിന് എന്തായിരുന്നു? ഒരു സ്വർഗീയ നസീർ പറഞ്ഞാണ് തുല്യം അല്ലെ. നസീർ പറഞ്ഞാല് തുല്യം. ഒരു പ്രധാനമന്ത്രിയുടെ പേരിൽ ഇതൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞതാണ്. നസീർ പറഞ്ഞാലോ അതുല്യം അല്ലെ. ജന്നത്ത് നസീർ പറഞ്ഞാലോ സ്വർഗീയ തുല്യമായിട്ട് തോന്നിയിരുന്നു. ദുനിയാവ് അദ്ദേഹത്തിന് സ്വർഗീയ തുല്യമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. പിന്നെ ലേക്കിൻ പക്ഷേ മാക്കാ ഇന്തിഖാൽ ക്യാ ഹുവാ മാക്കാ ഇന്തിഖാൽ ക്യാ ഹുവാ എന്നു പറഞ്ഞാണ് ഉമ്മ മരിച്ചിട്ടില്ല. മരിച്ചപ്പോഴേക്കും ഉൻകി ദുനിയാ എന്താണ്? ഉൻകി ദുനിയാ അദ്ദേഹത്തിന്റെ ലോകം എന്ത് ചെയ്തു? പൽക്കെ പൽ എന്നാണ്. പൽക്കെ പൽ എന്ന് പറഞ്ഞാണ് നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്തു? പൽക്കെ പൽ അല്ലെങ്കിൽ പൽബർമ എന്ന് വേണമെങ്കിൽ പറയാം. പൽക്കെ പൽ എന്നാ വേണ്ടത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അത് എഴുതലില്ല കേട്ടോ. ബർബാദ് ഹോഗയി എന്താണ്? ബർബാദ് ഹോഗയി എന്താ പറഞ്ഞത്? ഒന്നൊന്നായിരുന്നു നോക്കിക്കോളി. മാജബ് ഓത്തീത്തോ ഉമ്മ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹം എപ്പോഴും സദാ ഖുശോ ആബാദ് രഹത്തെ വളരെ സന്തുഷ്ടവാനായിരുന്നു. ഒരു ദുനിയാ ഉൻകെ ലിയെ ജന്നത്ത് നസീർ ലഗ്തി ലോകം അദ്ദേഹത്തിന് സ്വർഗീയ തുല്യമായിട്ട് തോന്നിയിരുന്നു. ലേക്കിൻ ജബ് മാകാ ഇന്തിഖാൽ ക്യാ ഹുവാ ലേക്കിൻ പക്ഷേ മാതാവ് മരിച്ചപ്പോഴേക്കും ക്യാ ഹുവാ എന്ന് പറഞ്ഞ എന്താണ്? വോ ക്യാ ഗയി അവള് പോയിട്ടില്ല. അപ്പോഴേക്കും മേരി ദുനിയ ബർബാദ് ഹോഗി പറയാം. എന്റെ ജീവിതം എന്ത് ചെയ്തു? അല്ലെങ്കിൽ മേരി ജിന്ദഗി എന്ത് ചെയ്തു? എന്റെ ദർഹം ബർഹം ഹോഗി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പൊ അത് സാധാരണ ഉപയോഗിക്കണതാണ്. മാക്ക ഇന്തിഖാൽ ക്യാ ഹുവാ മാതാവ് അന്തരിച്ചിട്ടില്ല. അന്തരിച്ചപ്പോഴേക്കും ഉൻകി ദുനിയ അദ്ദേഹത്തിന് ലോകം എന്ത് ചെയ്തു? ഹൽക്കെ പൽ ബർബാദ് ഹോഗി ഇനിയോ ഉൻകോ ലഗ്താ ഹൈ എന്താ ലഗ്താ ഹൈ? അദ്ദേഹത്തിന് തോന്നുകയാണ് അല്ലെ. അദ്ദേഹത്തിന് ഉൻകോ ലഗ്താ ഹൈ അദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നുന്നു. കെ ദൊബാര
ദൊബാര വീണ്ടും അല്ലേ, എന്താണ് യഹുദായ ലൊട്ടാതെ കശ്മീർ ദൊബാര ദൊബാര അല്ലെങ്കിൽ ഫിർസ എങ്ങനെ വേണമെങ്കിൽ പറയാം. ഉൻക ബാഗ് അദ്ദേഹത്തിന്റെ പൂന്തോപ്പ് എന്താണ് ബഹാർ സന്ന ഹോ പായേഗ, ബഹാർ സെ ബാഗ് ബഹാർ സെ ആഷ്ന ന ഹോ പായേഗ എന്ന് പറഞ്ഞ എന്താണ് വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതമാകുന്ന ഈ പൂന്തോപ്പില്ലേ എന്താണ് പിന്നെ ഇവിടെ വേണമെങ്കിൽ സിന്ദഗിക്ക ഭാഗം വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ വേണ്ട നമുക്ക് ഭാഗം അദ്ദേഹത്തിന്റെ പൂന്തോപ്പ് അതായത് ദുനിയാവ് എന്താണ് വീണ്ടും കാരണം ഹിസാൻ ലഗി ഹേ എന്ത് കൂടി പിടിച്ചിക്കണു അദ്ദേഹത്തിന്റെ പൂന്തോപ്പിന് ഇപ്പൊ എന്താ പറ്റിക്കണത് ശിശിരോ എന്താ ശിശിരല്ല പിന്നെ ഏത് കാലാണ് ഹിസാൻ പറഞ്ഞാല് ഇലപൊഴിയും കാലം അല്ലെ വസന്തല്ല ഹിസാന് ബഹാർ വസന്ത ഹിസാൻ എന്ന് പറഞ്ഞ എന്താണ് ഇലപൊഴിയാൻ കാലല്ലേ ഹേമന്തോ ഓക്കെ ആയിക്കോട്ടെ എന്തേലും ആയി. അപ്പൊ എന്താണ് അപ്പൊ ദോബാര ഉൻക ബാഗ് ബഹാർ സെ ആഷ്ന ന ഹോ പായേഗ എന്താണ് ബഹാറുമായിട്ട് എന്താവില്ല സന്ധിക്കുകയില്ല കൂടിച്ചേരുകയില്ല. ക്യോങ്കേ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് ആയിട്ടോ. ക്യോങ്കേ എന്തുകൊണ്ടെന്നാൽ മാക്ക വാലിദാക്ക ജവാബ് മാക്ക എന്താണ് മാക്ക ജവാബ് സിറഫ് माही हो सकता है जब वो न रही നേരെ നോക്കട്ടോ वो न रही तो बला जिंदगी में खुश कहां बाकी रहेगी. जिंदगी में ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ് ആയിട്ടത് കഹാ ജിന്ദഗി മേ ഖുഷി കഹാ ബാക്കി രഹേഗി. ഇതൊരു ചോദ്യം പോലെ കേട്ടോ. ബല എന്ന് പറഞ്ഞതാണ് അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ മാക്കാ ജവാബ് എന്താണ് ഉമ്മക്ക് തുല്യം. ജവാബ് എന്ന് പറഞ്ഞാൽ തുല്യം കേട്ടോ. ലാ ജവാബ് പറഞ്ഞാലോ തസ്നി അതുല്യമായതില്ലേ ലാ ജവാബ് ബിരിയാണി. ഇത് തിന്നോ ലാ ജവാബ് ബിരിയാണി തസ്നി തിന്നോ ലാ ജവാബ് ഷവാന തിന്നോ ലാ ജവാബ് ബിരിയാണി. ഹൈദരാബാദിലെ കുട്ടികളൊക്കെ എന്താ ലാ ജവാബ് ബിരിയാണി എന്താ പോകുന്നൊരു സ്റ്റാറ്റസിലോട്ട് ലാ ജവാബ് ബിരിയാണി ആയിട്ട്. അപ്പൊ ക്യോങ്കെ മാക്ക ജവാബ് ഉമ്മക്ക് തുല്യം എന്താണ് സിർഫ് മാഹി ഹോ സക്താ ഹൈ. മാ മാത്രമേ എന്തേ ഉള്ളൂ ഉമ്മ മാത്രമേ എന്ത് ചെയ്യുക പറ്റുകയുള്ളൂ. ഉമ്മക്ക് തുല്യം ഉമ്മ മാത്രം എന്നാണ് പറയാൻ കേട്ടോ. സിർഫ് മാഹി ഹോ സക്താ ഹൈ. ജബ് വോ നരഹി ഉമ്മ ഇല്ല എങ്കില് എന്നാല് ബല എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ പറഞ്ഞാണി ബല അവ കൊയ്സെ മാനിലേക്ക് അവൻ എങ്ങനെ സമ്മതിക്കാന്ന് പറഞ്ഞാണി പറയാറില്ലേ. ബല പറഞ്ഞാല് പറഞ്ഞാണി എന്നാണ് പറയില്ല മലയാളത്തിൽ പറയില്ല. അതിന് ആ ഇവിടെ സ്ഥലത്ത് ഉപയോഗിക്കണം ബലാട്ടോ. ജിന്ദഗി മേ ഖുഷി കഹാ ബാക്കി രഹേഗി ജീവിതത്തില് സന്തോഷം എങ്ങനെ ബാക്കിയാവും അവശേഷിക്കും ഒന്ന് പറഞ്ഞാണ്. അതായത് ക്യോങ്കി വോ മാക്ക ജവാബ് സിർഫ് മാഹി ഹോ സക്താ ഹൈ ഉമ്മക്ക് തുല്യം ഉമ്മ മാത്രമായിരിക്കും പറ്റുള്ളൂ. ജബുവോ നരഹി ഇത് കൃത്യമായിട്ട് മലയാളത്തിൽ അർത്ഥങ്ങൾ പറയണം. ജബുവോ നരഹി അവിടെ ഇല്ല എങ്കില് ബല ജിന്ദഗി മേ ഖുഷി കഹാ ബാക്കി രഹേഗി ജീവിതത്തിൽ എങ്ങനെയാണ് സന്തോഷം അവശേഷിക്കുക പറഞ്ഞത് തസ്നി. ഓക്കെ അടുത്തത് പിന്നെ ബേശക്. ഞാൻ അടുത്ത പേര് കേട്ടോ. बेशक वो अपनी माँ की जिंदगी का शीरीन समर था. वो अपनी माँ की जिंदगी का शीरीन समर था എന്ന് പറയും. ബേശക് നിശംശയം അതിന്റെ ചോദ്യം സംശയത്തിന് വകയില്ല. ബേശക് അല്ലേ वो अपनी माँ की जिंदगी का शीरीन समर था വളരെ എന്താണ് ഷീരീൻ പറഞ്ഞാല് വളരെ മധുരമൂറും പഴമാണ് അല്ലെ. സമർ പറഞ്ഞ എന്താണ് പഴം അല്ലെ. നമ്മൾ പഠിച്ചില്ലേ മാർസിൽ 1ാം ക്ലാസ്സില് സമറുൻ തമ്രുൻ പഠിച്ചിട്ടില്ലേ അതന്നെയാണ്. ഓ ഇസ്ലിയെ ഇതുകൊണ്ട് തന്നെ ഇസ്ലിയൊക്കെ ഉനോനെ ഇതുകൊണ്ട് ഇസ്ലിയൊക്കെ വേണ്ട
इसलिए उन्होंने उन्होंने എന്ത് ചെയ്തു माँ को सदफ से सदफ सदफ പറഞ്ഞാൽ सदफ सदफ से और खुद को उसमें छुपा हुआ എന്താണ് മറഞ്ഞെടുക്കണത് छुपा हुआ रोशन गुहर से तशबीह दी ഓക്കെ അപ്പൊ എന്താ പറയുക ഉനോനെ മാക്കോ മാതാവിനെ എന്ത് ചെയ്തു മുത്തിനോടും അതുപോലെ തന്നെ ഹുദുക്കോ തന്നെ എന്തിനോട് ഉസ്മെ പറഞ്ഞ ഇതില് ആ സ്വതഫ് ആ മുത്തില് ചിപ്പിയിൽ മറഞ്ഞു കിടക്കുന്ന തിളങ്ങുന്ന മുത്തിനോട് എന്ത് ചെയ്തു ഉപമിച്ചു എന്ത് ചെയ്തു ഉപമിച്ചു ഓക്കെ മാക്ക ബഗൈർ ഞാൻ അടുത്ത മാക്ക ബഗൈർ ഇല്ലാതെ വിത്തൗട്ട് മാലെ ബഗൈർ അല്ലെ ഇത് നിങ്ങൾ തന്നെ എഴുതി വെക്കേണ്ട കുട്ടികളായിട്ടില്ല എന്നിട്ട് പിന്നെ ഞാൻ എഴുതി തരണം എന്താ ചോദിച്ചാൽ പിന്നെ ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് അന്നേരം മാക്ക ബഗൈർ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് നല്ല മനോഹരമായിട്ട് വാക്കുകൾ ഒന്നുമില്ല മലയാളം മാരിയാണത് മാക്ക ബഗൈർ ഉമ്മയില്ലാതെ ഉൻകി ജിന്ദഗി ഇത് ഞാൻ ഒരു വട്ടം എഴുതി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം അതേ വാക്കുകൾ അതേ പ്രയോഗം കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളെ ആശയത്തിൽ എഴുതുക എന്താ പ്രയാസം മാക്ക ബഗൈർ ഉൻകി ജിന്ദഗി എന്താണ് ഉൻകി ജിന്ദഗി എന്താണ് നാ മുക്കമ്മൽ ഹേ എന്ന് പറയുന്നതാണ് മുക്കമ്മൽ പറഞ്ഞാൽ പൂർണ്ണം നാ മുക്കമ്മൽ ഹേ എന്ന് പറഞ്ഞാലോ അപൂർണമാണ് അധൂരി ഹേ എന്താണ് അധൂരി ഹേ तेरे बगैर കേട്ടില്ലേ तेरे बगैर जिंदगी अधूरी है ഓക്കെ എന്താണ് പോട്ടെ അപ്പൊ എന്താ പറയുന്നത് इसलिए സോ അതുകൊണ്ട് സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കേട്ടോ ഇംഗ്ലീഷിലെ സോ തന്നെയാട്ടോ നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ സോ ഈ ദാഗായി ഫിർക്കത്ത് ദാഗ് പറഞ്ഞാണ് ദാഗ് വേദന നോവ് പൊള്ളിയ പാട് ഒക്കെ അല്ലെ ദാഗായി ഫിർക്കത്ത് എന്ന് പറഞ്ഞാലോ വിരഹവേദന ഹമേഷ उनके साथ बाकी रहेगी उनके साथ അദ്ദേഹത്തോടൊപ്പം എന്താവുന്നതാണ് ബാക്കി രഹേഗ എന്ന് പറഞ്ഞ എന്താണ് അവശേഷിക്കുന്നതാണ് ഈ ദാഗൈ ഫിർക്കത്ത് സദാ എപ്പോഴും ഹമേഷ ഉൻകെ സാത്ത് അദ്ദേഹത്തോടൊപ്പം എന്താവുന്നതാണ് അവശേഷിക്കുന്നതാണ് उनकी जिंदगी अब उनकी जिंदगी अब ഇവിടെ अब ഇപ്പോ उनकी जिंदगी എന്താണ് एक ऐसी दुनिया में दाखिल हो गई है एक ऐसी दुनिया में दाखिल हुई प्रवेशिച്ചു അല്ലെ दाखिल हुई है जहां അവിടെ हर जहां चारों तरफ എന്ന് പറഞ്ഞാൽ എന്താണ് നാല് ഭാഗത്തും അതായത് എങ്ങും അല്ലെ चारों तरफ अंधेरा ही अंधेरा ही अंधेरा ഇരുട്ട് മാത്രമാണ് और कोई अंधेरा छाया हुआ है
हुआ है और रोशनी की झलक कहीं नजर नहीं आती है। रोशनी की झलक कहीं नजर नहीं आती। कहीं हमेशा उनके साथ बाकी रहेगा। अब उनकी जिंदगी एक ऐसी दुनिया में दाखिल हुई है, ഇത്തരത്തിലുള്ള ഒരു ലോകത്തിലേക്ക് എന്ത് ചെയ്തു പ്രവേശിച്ചിട്ടുണ്ട്. അവിടെ വെറും എന്താണ് ഇരുട്ട് മാത്രം എന്ത് ചെയ്തു പരന്നു നടക്കുന്നത്, വെളിച്ചം എവിടെയും ഇല്ല. ഓക്കെ, ചിലപ്പോ ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പൊ എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തപ്പം हमेशा उनकी जिंदगी एक ऐसी दुनिया में दाखिल हुई है जहां हर तरफ चारों तरफ अंधेरा ही अंधेरा छाया हुआ है और रोशनी की झलक कहीं नजर नहीं आती. എന്താണ് പ്രകാശത്തിന്റെ ആ വെട്ടം, ജലക്ക് എന്ന് പറഞ്ഞാൽ ആ ചെറിയ വട്ടം എവിടെ എന്തെയില്ല, കഹി നസർ നെയ് ആത്തി, എവിടെയും കാണുന്നില്ല അല്ലേ. അതോടൊപ്പം ഇവിടെ എന്തോ ഒരു പോയിന്റ് കൂടെ കൊടുക്കണം ഞാൻ, അപ്പൊ വിട്ടുവെച്ച് പോയതാണ്. എന്താണ് ജയ്സാക്കെ ജയ്സാക്കെ നോക്കെ നേരെ ശ്രദ്ധിക്കട്ടെ. ഇവിടെ ഐസി ലംബീരാത്ത് ജിസ്കാ സഹർ നഹോ എന്ന് പറയുന്നതാണ്. ജയ്സാക്ക് എപ്രകാരം ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ദീർഘിച്ച രാത്രി, അതായത് ജിസ്ക സഹർ നഹോ എന്ന് പറയുന്നതാണ്. അതിന് എന്താണ് പ്രഭാതമില്ലാത്ത വെറും രാത്രി മാത്രമുള്ള ഒരു ലോകത്തേക്ക് മൂപ്പർ എന്ത് ചെയ്തു പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. എപ്രകാരം ചോദിച്ചാല് ജയ്സാക്ക് എപ്രകാരം ഐസി ലംബീരാത്ത്, ഇത്രമാത്രം വലിയ ഒരു നീണ്ട രാത്രി. നമ്മൾ പറയാറില്ലേ രാത്രി എന്ന് പറഞ്ഞാൽ ദുഷിച്ച അതുപോലെ തന്നെ വിഷമം പ്രയാസങ്ങളുടെ ഒരു ജീവിതത്തിനാണ് പറയാ രാത്രി എന്ന് പറയാം. പിന്നെ സഹർ എന്ന് പറഞ്ഞാലോ പ്രതീക്ഷിക്കുന്ന പ്രഭാതത്തിന് പറയാം അല്ലെ. അപ്പോ ഈ ഐസി ലംബീരാത്ത് ഇത്രമാത്രം വലിയൊരു എന്താണ് ഐസിയർ ഇത്രമാത്രം ലംബീരാത്ത് ദീർഘിച്ച രാത്രി എത്രമാത്രം എന്നറിയോ, ജിസ്ക സഹർണഹോ അതിനെന്തില്ല പ്രഭാതമില്ലാത്ത നീണ്ട രാത്രി എന്ന പോലെ പിന്നെ എങ്ങും ആ ദുനിയാവിൽ എന്താണ് എങ്ങും എന്താണ് അന്തേര മനസ്സിലായോ. ഓക്കെ, അപ്പോ ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ ഈ കാര്യം. ഐസി ദുനിയാമേ ഉൻകി ജിന്ദഗി, ചിലപ്പോ ഇന്ന് ചോദ്യം അഥവാ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, എങ്ങനെയും വരാൻ പറയാൻ പറ്റൂല. അപ്പൊ ഉൻകി ജിന്ദഗി एक ऐसी दुनिया में दाखिल हुई है जहां चारों तरफ अंधेरा छाया हुआ है और रोशनी की झलक कहीं नजर नहीं आती, जैसा कि एक ऐसी लंबी रात जिसका सहर न हो. जिसका कोई കഴിഞ്ഞു. അപ്പൊ ഇനി ലാസ്റ്റ് പാരഗ്രാഫ്. शायर अपनी मरहूम वालिदा की शिद्दत से याद करते हैं. शायर अपनी मरहूम वालिदा की शिद्दत से, शायर को नहीं देखो, शायर को अपनी मरहूम वालिद പരേതയായ മാതാവിനെ എന്ത് ചെയ്യുന്നു शिद्दत से याद आती है, याद आती है എന്താ പറഞ്ഞത്. പിന്നെ ഇതിനർത്ഥം എന്താണ്, ഷായറിനെ തന്റെ മാതാവിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷായറിന് പരാതയ മാതാവിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നു അല്ലെ. ഷിദ്ദത്ത് സെ വളരെ ശക്തമായിട്ട്, ബാഡ്ലി അല്ലെ, ഐ മിസ് യു ബാഡ്ലി എന്ന് പറയാ, മിസ് യു ബാഡ്ലി എന്ന് പറഞ്ഞതാണ്, മിസ് യു ബാഡ്ലി എന്ന് പറയുന്നത് ഞാൻ നിന്നെ വല്ലാതെ നീ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ അറിയാം എല്ലാം മനസ്സിലായില്ലേ. अब याद करते और उनकी याद में रोते रोते, और उनकी याद में മാതാവിനെ ഓർത്തില്ലേ, याद में रोते रोते കരഞ്ഞില്ലേ, रोते रोते കരഞ്ഞ് उनकी आंखें, शायर की आंखें എന്ന് പറഞ്ഞാണ് കണ്ണുകളിലെ ആംഗേൻ
ഖുഷ്ക് ഹോ ഗയി ഹേ, കണ്ണുനീര് പറ്റി. ഖുഷ്ക് ഹോന എന്ന് പറഞ്ഞാൽ വരളുക എന്നാണ് അർത്ഥം. ഖുഷ്ക് ഹോ ഗയി ഹേ, ഖുഷ്ക് അല്ല ഖുഷ്ക് ഹോ ചുക്കി ഹേ, അതാണ് നല്ലത്. ഹോ ചുക്കി ഹേ, ഖുഷ്ക് ഹോ ചുക്കി ഹേ. और शायर का दिल मुर्दा हो चला, और उसका उनका दिल എന്ത് ചെയ്യുന്നു? मुर्दा हो चला, मुर्दा हो गया, हो गया. ഇനി അടുത്തത് अपनी माँ को, अपनी वालिदा को, अपनी वालिदा को. ഞാൻ പെട്ടെന്ന് ഇതുകൊണ്ട് ഒരു ചെറിയ ഇതുണ്ട് കേട്ടോ. യാദ് കർത്തേ ഹോയെ, തെറ്റല്ല, പിന്നെ വീണ്ടും ആവർത്തിച്ച് വരുന്ന മാതിരി തോന്നുന്നു. പിന്നെ എന്താണ് യാദ് കർത്തേ ഹോയെ, യാദ് കർത്തേ ഹോയെ कहता है कि मैं आपकी सरपरस्ती में, मैं आपकी सरपरस्ती में, അല്ലോ സർപരസ്തി മേ, സർപരസ്തി എന്ന് പറഞ്ഞാൽ ശിക്ഷണത്തിൽ കേട്ടോ. നേരെ നോക്കിക്കോട്ടോ, ദസിനെ നോട്ട് ചെയ്തോ. സർപരസ്തി എന്ന് പറഞ്ഞാല് ശിക്ഷണത്തിൽ. ആറാംസെ പല, ആറാംസെ, 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 ആറാംസെ പല. और आपने, और आपने माने उसकी माँ, और माँ ने उसको, उसको इस कदर प्यार, इस कदर, इस कदर, इस कदर प्यारो मोहब्बत देकर, प्यारो मोहब्बत देकर, देकर उनको बड़ा किया, उनको बड़ा किया. के दरअसल, दरअसल सत्यത്തില്, सत्यത്തില് वो अपने आप को, अपने आप को തന്നെ എന്ത് മനസ്സിലാക്കി? ഷഹസാദ സമച്ചിനെ, സമച്ചിനെ ലഗ. എന്താണ് സംശയ ലഗ എന്ന് പറഞ്ഞാൽ പിന്നെ മൂപ്പര് എന്ത് ചെയ്തു? പിന്നെ മാതാവിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാന് നിങ്ങളുടെ ശിക്ഷണത്തില് വളരെ എന്താണ് സ്വസ്ഥമായിട്ട് ഇത് പല്ല എന്ന് പറഞ്ഞാൽ വളർന്നു അല്ലെ, പല വളർന്നു, വളരുക, വളർന്നു. ഒരു മാനെ, മാതാവ് ഇസ്കദർ പ്യാറോ മുഹബത്ത് ദേക്കർ, ഇത്രമാത്രം സ്നേഹം നൽകിയിട്ട്, സ്നേഹിച്ചിട്ട് ഉൻകോ ബടാക്കിയ, അദ്ദേഹത്തെ വളർത്തി. എങ്ങനെയാന്ന് വെച്ചാല് ദർസൽ സത്യത്തിൽ അപ്പിനെ ആക്കോ സംശയയിലേക്ക ഓനെ മുപ്പര തന്നെ ഇത് കരുതാൻ തുടങ്ങി. ഷഹസാദ സംശയം വിട്ടുട്ടോ, ഷഹസാദ, ഇവിടെ ഷഹസാദ കേട്ടോ, ഷഹസാദ, ഷഹസാദ രാജകുമാരനായിട്ട് ചെയ്തു മനസ്സിലാക്കാൻ എന്ത് ചെയ്തു തുടങ്ങി. ഓർ മാ ഉൻകി ഖാദിമ ബനി, ഓർ മാ ഉൻകി ഖാദിമ, ഖാദിമ ബനി. മനസ്സിലായില്ലേ? ഉമ്മ അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തു? വേലക്കാരിയായിട്ട്, എന്ത് ചെയ്തു? രാജകുമാരനായിട്ട് അങ്ങനെ വളർന്നു. അത് അത്രക്കും സ്നേഹത്തോടുകൂടെ, മുഹബത്തോടുകൂടെ മാതാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ശിക്ഷണം നൽകി. മനസ്സിലായോ? അത്രയും ആ ശിക്ഷണത്തിലാണ്, മാതാവിന്റെ സർപ്രസ്തിയിലാണ് മൂപ്പര് എന്ത് ചെയ്തത്? ഇത്രമാത്രം സ്വസ്ഥമായിട്ട് വളർന്നത്. എത്രമാത്രം ചോദിച്ചാൽ മൂപ്പരിക്കനെ തോന്നാൻ തുടങ്ങിയത് മൂപ്പര് രാജകുമാരനാണ്, മൂപ്പരമ്മ എന്താണ്? വേലക്കാരിയാണ്. ഓക്കെ, ആഖിർകാർ, അവസാനത്തെ आखिरकार शायर दुआ के साथ मरसिया खत्म करता है. शायर दुआ के साथ मरसिया खत्म करते हैं. ए मेरे खुदा, ए खुदा, ए खुदा, ले मैंने मेरी वालिदा को, मेरी
वालिदा को, मेरी वालिदा को तेरी रहमत में पनाह दे, तेरी रहमत में पनाह दे. पनाह देना എന്ന് പറയുന്ന സംരക്ഷണം നൽകുക അല്ലെ. पनाह दे. और बहिश्त में बेहतरीन जिंदगी से नवाजे. ബഹിഷ്ത് ബഹിഷ്ത് പറഞ്ഞാൽ ബഹിഷ്ത് സ്വർഗത്തട്ടോ അല്ലെങ്കിൽ ജന്നത്ത് വന്ന പറഞ്ഞാലും മതി. സ്വർഗട്ടോ, സ്വർഗം. ബഹിഷ്ത് മേ बेहतरीन जिंदगी से नवाजे, बेहतरीन जिंदगी से नवाजे. ओके हो गया. അപ്പൊ ഇത്ര മാത്രമാണ്. ഇത്രയുമേ ഹോ ഗയി ഹമാരി നോട്ട്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ഇത് നന്നായിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അതുപോലെ തന്നെ നല്ല സ്ഫുടമായിട്ട് വായിക്കുക, അതുപോലെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഉത്തരങ്ങളൊക്കെ എന്ത് ചോദ്യം വന്നാലും ഈ നോട്ടുന്ന കാലം ഉത്തരം വരിക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതാനുള്ള ആ കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുജേ ദീജിയേ ഇജാസ്. ഖുദാ ഹഫീസ്. അസ്സലാമു അലൈക്കും.